പുകവലി ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുണ്ടാക്കും. അത് ജീവനെടുക്കും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ ആൻഡ് സ്മോക്കിംഗ് കിൽസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. ഇനി അത് ഇലയിലേക്ക് തെളിച്ച് കുറച്ചുകൂടെ. ഇനി ആ ചന്ദനെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അതിൽ തെളിച്ച്. ഇനി കുറച്ച് എള്ളുവരി എടുത്ത് തെളിച്ചേക്ക്. ഇനി ആ ഇല രണ്ടായിട്ട് വലിച്ചു കയറി. ഇനി 2 കൈ നനച്ച് 3 തവണ കൈ തട്ടും. ഞാൻ ദേവിയാണ്. എൻ്റെ കർമ്മങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഞാൻ മരിച്ചു. അല്ല, അങ്ങനല്ല, എന്നെ കൊന്നതാ. ആരാ എന്നെ കൊന്നത്? നിങ്ങളാണോ എന്നെ കൊന്നത്? എന്താ എൻ്റെ തെറ്റ്? ഞാൻ നിങ്ങളെ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എല്ലാവരെയും പോലെ എനിക്കുമുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ. ഞാനൊരു നല്ല ജീവിതം സ്വപ്നം കണ്ടിരുന്നു. അച്ഛാ 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 ഇത് നോക്കച്ചാ, ഇത് എനിക്ക് കിട്ടിയതാ. സ്കൂളിൽ എനിക്കാച്ചാ ഫസ്റ്റ്. എനിക്ക് പഠിച്ച് വലിയൊരാളാവണം അച്ഛാ. അച്ഛാ 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 നോക്കച്ചാ.
ദേവി, മോളെ ദേവി, എന്താ മോളെ നീ എന്താ ഇവിടെ വന്നിരിക്കണേ? ഒന്നുമില്ല ചെറിയമ്മ. എന്താ മോളെ, എന്തായാലും ചെറിയമ്മയോട് പറ. എനിക്ക് ചെറിയമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അത്? ചെറിയമ്മ ഇവിടെ ഇരിക്ക്. ചെറിയമ്മ, ഞാനിനി പഠിക്കുന്നില്ല ചെറിയമ്മ. എന്ത് പറ്റി മോളെ? ഞാനൊരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ജോലിക്കാ? എന്താ മോളെ ഇത്? മോളല്ലേ പഠിച്ച് വലിയൊരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത്? ഇല്ല ചെറിയമ്മ, അച്ഛൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അച്ഛന് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ ഞാൻ? അച്ഛൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ ഇത് കൊടുക്കും അച്ഛന്. എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഒരു കടയിൽ. എന്താ മോളെ ഇത്? വേണ്ട മോളെ, മോക്ക് പഠിച്ച് വലിയ ഡോക്ടർ ആവണമെന്നല്ലേ ആഗ്രഹം? പിന്നെ എന്തിനാ നീ ഇപ്പം ഇങ്ങനെ? വേണ്ട ചെറിയമ്മ, എനിക്ക് ഡോക്ടറൊന്നും ആവണ്ട. എനിക്ക് എൻ്റെ അച്ഛൻ്റെ സന്തോഷമാണ് വലുത്. എനിക്ക് വേറെ ഒന്നും വേണ്ട. വേണ്ട മോളെ, നീ എന്തിനാ ഇങ്ങനെ? ഇല്ല ചെറിയമ്മ, ഞാൻ തീരുമാനിച്ചു. വാ വാ ചെറിയമ്മ, നമുക്ക് പോവാം. മോളെ അവിടെ നിൽക്ക്. വാ വാ, നമുക്ക് വീട്ടിൽ പോവാം. മോളെ അച്ഛാ, 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 എന്താ അച്ഛാ? അച്ഛാ, 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 എനിക്കറിയാം അച്ഛന് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന്. അമ്മ പോയ പിന്നെ അച്ഛൻ എനിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അച്ഛനിങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചോ? അച്ഛൻ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അച്ഛാ, കഴിയില്ല. എനിക്ക് വയ്യ. ഒരുപാട് തവണ ഞാൻ വിചാരിച്ചു മരിച്ചാലോന്ന്. പക്ഷെ പിന്നെ അച്ഛനൊറ്റക്കായി പോവില്ലേ? ഞാൻ
മരിച്ചാല് ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ? അച്ഛാ, അച്ഛന് ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. അച്ഛാ, എന്റെ പൊന്നച്ഛാ. മകള് ജനിച്ചതിന് ശേഷമാണ് നിന്റെ സർവനാശം തുടങ്ങിയത്. പക്ഷെ അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, നിന്റെ മകൾക്കും മനസ്സിലാവില്ല. നാശം നാശത്തിലേക്കാണ് പോക്ക്. കുടുംബം, സമൂഹം, എല്ലാത്തിനും നാശം. അമ്മേ, ശക്തി തരൂ. മകനെ, നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. ഒരേ ഒരു പരിഹാരം, ബലി. അമ്മയ്ക്കൊരു ബലി. അമ്മയെ പ്രീതിപ്പെടുത്തൂ. അവളെയാണ് നീ ബലി കൊടുക്കേണ്ടത്, അവളെ. എന്നാലേ നീ രക്ഷപ്പെടൂ. ഓ, പോയി ബലി കൊടുക്കൂ. അവളെ ബലി കൊടുക്കൂ. അവളെ തീർത്തിട്ട് വാ. വിജയ് ഭവ.
ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മോടെ ചെറിയമ്മയെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ലടാ. നിന്റെ ദേവി മോളെ ഈ അച്ഛന് വേണ്ടി ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. പോയി നോക്കടാ. നീ ഒരു അച്ഛനാണോടാ? ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ മഹാഭാവി? സ്വന്തം കുഞ്ഞിനെ കൊരുതി കൊടുത്ത നീ നശിച്ചു പോവുള്ളൂ. ഈ പുളിമരത്തിന് നിന്റെ മോളുടെ പ്രായമുണ്ട്, അറിയണോ നിനക്ക്? Namaste. We as a team worked on this project to bring about the real ugly side of the superstitions around the world, the horrible beliefs of human beings most of the time advised by a tantric, supposedly a holy man, or people who make others believe that they can win over any evil. May it be the killing or mutilation of a little boy Akash's body in the village of Barha in the state of Uttar Pradesh, or a 7-year-old girl killed in ritual sacrifice in January 2012. To ensure there is a better harvest, it was said that the girl's liver was cut off her body as an offering during this horrible act of crime. Can you all just believe that? In 2013, a witch doctor beheaded an 11-year-old boy's head and gave the head as an offering to the goddess in order to improve the fortunes in the state of Chhattisgarh. All this is still happening. I know it's unbelievable, but it's still prevalent in India in this 21st century, where on one side, human beings have reached Mars in search of life. As recent as January 2015, there was a case where a family tried to perform certain rituals and kill their own daughter, Nandini Omkar, in Satana in Nasik in Maharashtra. She escaped from their clutches as they were advised by their tantric to kill her as a human sacrifice. These are very few handful of examples. There are many that goes unreported or under the carpet. The real cruelty behind these superstitions is that it creates mental slavery. It makes a person to stop thinking and opens the door of exploitations. It's mostly seen that women are victims of these exploitations or harassments that arise through superstitions. The movie Devi is a reflection of such cases. When people watch this movie, if it could make an impact on at least one I say, because at least one can realize the mistake and change the thought process of superstition, then and only then I think we as a team are successful in making this movie. Thank you.